കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1.45% പട്ടികവർഗക്കാർ. ഇവരുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ വാർഷിക പദ്ധതി അടങ്കലിൻ്റെ 2.83% ബജറ്റിൽ നീക്കിവെക്കുന്നത്. ദേശീയ തലത്തിൽ ജനസംഖ്യയുടെ 8.06% പട്ടികവർഗ വിഭാഗക്കാർ. എന്നാൽ 8.06% വരുന്ന പട്ടികവർഗ വിഭാഗക്കാരുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ബജറ്റിൽ നീക്കിവെക്കുന്നത് 3.08% മാത്രമാണ്. അവിടെയാണ് നമ്മുടെ സംസ്ഥാനം 1.45% വിഭാഗത്തിന് 2.83% നീക്കിവെക്കുന്നത്. പട്ടിക വിഭാഗക്കാർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇങ്ങനെ 4 പ്രധാന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. നാം നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു വസ്തുത, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാളും ഏറ്റവും മികച്ച സാമൂഹ്യ പരിതസ്ഥിതിയിൽ ജീവിക്കാൻ കേരളത്തിലെ പട്ടിക വിഭാഗക്കാർക്ക് കഴിയുന്നുണ്ട്. ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ, ജാതിയുടെ പേരിലുള്ള ആക്രമണങ്ങളോ ഉച്ചനീചത്വങ്ങളോ ഇല്ലാതെ സാമൂഹ്യ തുല്യതയോടെ സമാധാനപൂർണമായി ജീവിക്കാൻ ഇവിടെ കഴിയുന്നു. എന്നാൽ രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും ഇതല്ല സ്ഥിതി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 2016-17 സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാനത്തെ പട്ടിക വിഭാഗ പദ്ധതികൾക്കായി വകയിരുത്തിയത് 5752 കോടി രൂപയാണ്. അതിൽ 4733 കോടി രൂപയും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം നമുക്ക് ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അവയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ നിലക്ക് പദ്ധതികൾ നടപ്പാക്കാൻ നമുക്കായത്. പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ വകയിരുത്തൽ 697 കോടി രൂപയാണ് എന്നതും നാം കാണേണ്ടതാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ വലിയ പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നത്. നമുക്കറിയാം, 4.5 ലക്ഷം കുട്ടികൾ പട്ടികജാതി വിഭാഗത്തിൽ, 80,000 കുട്ടികൾ പട്ടികവർഗ വിഭാഗത്തിൽ വിവിധ സ്കോളർഷിപ്പുകളോടെ ഇവിടെ പഠിച്ചു വരുന്നുണ്ട്.
ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പട്ടിക വിഭാഗങ്ങൾക്കിടയിലെ സാമൂഹ്യ പുരോഗതിയുടെ സൂചകങ്ങളാണ്. നമുക്ക് 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, 194 പ്രീ മെട്രിക്, 29 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അവയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണ്. വിദ്യാവാഹിനി പദ്ധതിയിലൂടെ വിദൂര ഊരുകളിലെ കുട്ടികളെയും വാഹനത്തിൽ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നു. 186 പഞ്ചായത്തുകളിലെ 25,147 വിദ്യാർത്ഥികൾ വിദ്യാവാഹിനി പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് വിദേശ പഠനം, പൈലറ്റ് പരിശീലനം, എയർ ഹോസ്റ്റസ്, എയർപോർട്ട് മാനേജ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകൾ. ഇതിലെല്ലാം നിരവധി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികളാണ് പഠിച്ചു വരുന്നത്. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ സ്വപ്നങ്ങളാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവിടെ സാധ്യമായിട്ടുള്ളത്. ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നത് നമ്മുടെ നാടും രാജ്യവും മനസ്സിലാക്കുന്നുണ്ട്.